ഒരു പഴങ്കഥ പറഞ്ഞു തുടങ്ങാം. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ മതപ്രസംഗങ്ങൾ എനിക്ക് ഹരമായിരുന്നു. അങ്ങനെ ഒരു പ്രസംഗം കേൾക്കാൻ പോയപ്പോൾ അന്നത്തെ പ്രാസംഗികൻ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹം ധനശേഖരണാർത്ഥം ഈ പ്രസംഗിച്ച് ആവേശം വർദ്ധിപ്പിക്കുകയാണ്. ബാലനായ എൻ്റെ പക്കൽ ഒന്നുമില്ല കൊടുക്കാൻ, കാലണ പോലുമില്ല. എൻ്റെ തലയിലുണ്ടായിരുന്ന എണ്ണയുടെ മണമുള്ള തൊപ്പി ഞാൻ ഊരിക്കൊടുത്തു. അദ്ദേഹം അതങ്ങ് വെച്ച് ശരിക്കും വിറ്റു. അന്നതു 50 രൂപയ്ക്ക് ലേലത്തിൽ പോയി. ഏകദേശം 68 കാലഘട്ടങ്ങളിലാണെന്ന് ഓർമ്മിക്കുക. രംഗം അവിടെ നിൽക്കട്ടെ. എൻ്റെ ജന്മ ഗ്രാമമായ തിരുവിതാംകൂർ പള്ളി പുനരുദ്ധാരണം പ്രസംഗം ഇതുപോലെ ആവേശഭരിതമാക്കിക്കൊണ്ട് സ്ത്രീകളൊക്കെ സ്വർണ്ണാഭരണങ്ങൾ വരെ ഊരിക്കൊടുക്കുന്നു. എൻ്റെ ഉമ്മയുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു 100 പോലത്തെ സ്വർണ്ണമാല, അത് ഭക്തി പാരവേശത്താൽ ഊരി അങ്ങ് കൊടുത്തു. പിന്നെ മരിക്കുവോളം ഉമ്മയ്ക്ക് സ്വർണം കാണേണ്ടി വന്നിട്ടില്ല. പോട്ടെ, പറയാൻ കാരണം തൊപ്പി മാല കൊടുത്ത പാരമ്പര്യമാണ് എനിക്കുള്ളത്. എന്ത് കിട്ടി? കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന വാപ്പയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായി. അന്ന് അതിന് ചികിത്സ ഇല്ലാത്തത് കൊണ്ട് നല്ല പ്രായത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. വളരെ കടുത്ത ദാരിദ്ര്യമാണ് പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അനുഭവിച്ചു. അപ്പം മാലയും തൊപ്പിയും ഒന്നേ ഉതകിയിൽ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. അപ്പം നിങ്ങൾ ഇസ്ലാമിലേക്ക് അടുക്കുകയാണ്, മണ്ണാങ്കട്ട. അതൊക്കെ ഒരു തമാശ കഥകളായി തോന്നിത്തുടങ്ങി എത്രയോ കാലമായി. ആ തമാശയൊന്നും അങ്ങനെ അങ്ങ് പോകുന്ന തമാശകളല്ല. പക്ഷേ ഒരൊത്തുകൂടൽ, പരസ്പര ആശയവിനിമയം, അടികലശൽ, രാഷ്ട്രീയം, സാമൂഹികം, ഒരു കൾച്ചറൽ സെൻറ്റർ എന്ന നിലയ്ക്ക് അപ്പോഴും ഇപ്പം ഞാനിപ്പം അടുത്തുള്ള ഒരു പള്ളിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഹിന്ദുക്കളായ സുഹൃത്തുക്കൾ വരില്ല, ക്രിസ്ത്യാനികളും വരില്ല. ഇപ്പം ബെയറിങ്സ് ഉണ്ട്, ചെക്ക് പോസ്റ്റുകളുണ്ട്. അതില്ലാത്ത ഒത്തുചേരുന്ന കൾച്ചറൽ സെൻറ്ററുകൾ ആവശ്യമാണ്, ഉണ്ടായി വരുന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരാൻ കാരണം, നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പള്ളികൾ തോണ്ടി അതിനടിയിലുള്ള വിഗ്രഹങ്ങളെയും ക്ഷേത്രങ്ങളെയും കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും പ്രസിദ്ധമായ തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രം കഴിഞ്ഞ ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് വാർത്താ പ്രാധാന്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭണ്ഡാരത്തിൽ ടൺ കണക്കിന് സ്വർണം. അപ്പം ക്ഷേത്രങ്ങൾ എന്തിനു വേണ്ടി ആയിരുന്നു? പത്മനാഭദാസൻ എന്നാണ് അന്നത്തെ രാജാവ് അറിയപ്പെട്ടത്. രാജാ പ്രത്യക്ഷ ദൈവതം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട്. അവരൊന്നും അമ്പലത്തിനെയും പള്ളിയെയും സ്നേഹിക്കുന്നവരൊന്നുമല്ല. ഈ രാജ്യത്തെ വിഡ്ഢികളായ ജനങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് 24 രൂപയ്ക്ക് വിൽക്കുന്ന അരി 29 രൂപയ്ക്ക് സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കൈയടിക്കാൻ മലയാളിയും ഉണ്ട്. അതാണൊരു ദുരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലാകെ എമ്പാടും
6,48,000 ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ കണക്കാണ്. അതുപോലെ മസ്ജിദുകൾ, പിന്നീട് ഗുരുദ്വാരകൾ, ചർച്ചുകൾ, അങ്ങനെ പലതും. അപ്പം ഇത്രയും എണ്ണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എന്നാ കാര്യം? ഇപ്പം എൻ്റെ കാര്യം കൂടി വരുന്നത് കൊണ്ടാണ് ഞാൻ 2 വർത്തമാനം പറയുന്നത്. നാട്ടിലെ സമാധാനത്തെ ഈ കൾച്ചറൽ സെൻ്ററുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിന് വളരെ ദോഷകരമായ രീതിയിൽ അത് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത മാസം ഈ മാസം തന്നെയാണ് എൻ്റെ പ്രദേശത്ത് ആറ്റുകാൽ ക്ഷേത്രം പൊങ്കാല. അന്നേ ദിവസം ഈ സിറ്റിയിൽ താമസിക്കുന്ന സർവമാന ജനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഒരു പിടി ആളുകൾ കവർന്നെടുക്കും. ആംബുലൻസിന് വരെ പോകാൻ ഒക്കാത്ത രീതിയിൽ. ആരാ ചോദ്യം ചെയ്യാനായിട്ട്? ഉത്സവ പ്രതീതിയിൽ റോഡുകളിൽ ട്രാഫിക് തടസ്സം ഉണ്ടാകുന്നത് കോമൺ സെൻസിന് നിരക്കുന്നതല്ല എന്നും പൗരൻ്റെ അവകാശത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിശ്വാസികളും ജനക്കൂട്ടും. അതിലുപരിയായി 4 മണിക്ക് 3 മണിക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ, ഇവരെയൊക്കെ അലോസരപ്പെടുത്തി കൊണ്ടുള്ള മൈക്ക് വിളികൾ, ബാങ്ക് വിളികൾ, അലറലുകൾ, വെടിയൊച്ചകൾ, പൊട്ടുകൾ, അങ്ങനെ എല്ലാം. ഒരു ആധുനിക ജീവിതത്തിൽ മനുഷ്യന് വേണ്ടതാണോ ഇതൊക്കെ? ഒന്ന് ആലോചിച്ചു നോക്കും. ഞാൻ പള്ളിയിൽ പോയിട്ട് പതിറ്റാണ്ടുകളായി പോകാറുണ്ട്. ഉത്സവം, ആറ്റുകാൽ ഗാനമേളയുണ്ടെങ്കിൽ കേൾക്കാൻ പോകും. പഴഞ്ചിര ക്ഷേത്രത്തിൽ നാടകമുണ്ടെങ്കിൽ കാണാൻ പോകും. വിഴിഞ്ഞം ഉറൂസിന് കൂട്ടുകാർ ക്ഷണിച്ചത് കൊണ്ട് പോയിട്ടുണ്ട്, ഇനിയും പോകും. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്, കൾച്ചറൽ ആക്ടിവിറ്റി എന്ന നിലയ്ക്ക്. ഈ കൾച്ചറൽ ആക്ടിവിറ്റി തരുന്നതോടൊപ്പം അതിൻ്റെ നിലനിൽപ്പ് നാടിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെങ്കിൽ എന്തു വേണം? ജനം ഇത് ചിന്തിക്കണം. ഇത് വേണോ എന്ന് അവർ തീരുമാനിക്കണം. വേണ്ടതാണെങ്കിൽ വേണ്ടതിനെ വേണ്ട സ്ഥലത്ത് നിർത്താനുള്ള സാമാന്യ യുക്തിയെങ്കിലും പ്രകടിപ്പിക്കണം. ഞാൻ കളക്ടറെ കണ്ട് പരാതി പറയാൻ പോയി. ശബ്ദ മലിനീകരണം. കളക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് പരാതി പറയാൻ സാധിക്കും, ഞാൻ ആരോട് പരാതി പറയാൻ? അതാണ് അവസ്ഥ. സർവർക്കും പേടിയാണ്. ആരെ പേടിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പം വാരാണസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ഭയവിഹ്വലരായിരിക്കുകയാണ്. അവരുടെ പള്ളികളൊക്കെ കയ്യേറുന്നു. പള്ളി ആവശ്യമുണ്ടോ? ഒരൊറ്റ പള്ളിയുടെ ആവശ്യമില്ല. പള്ളി പൊളിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും പള്ളികൾ പൊളിക്കേണ്ടതാണ്. അതേ സ്ഥാനത്ത് അമ്പലങ്ങളും പൊളിക്കപ്പെടണം. ഒരമ്പലം കത്തി നശിച്ചാൽ സി കേശവൻ പറഞ്ഞ വർത്തമാനം അത്രയ്ക്ക് നല്ലത്. കൾച്ചറൽ സെൻ്ററിൽ ഉണ്ടായി വരട്ടെ. ഇപ്പം 6,48,000 ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ ഇനി എന്തിനാണ് പള്ളി പൊളിച്ച് അമ്പലമുണ്ടാക്കുന്നത്? പള്ളിയോടൊപ്പം നിങ്ങൾ അമ്പലങ്ങളും പൊളിക്കുക. അപ്പോഴാണ് ഈ രാജ്യത്തെ ജനാധിപത്യം വകതിരിവ്, ജനാധിപത്യം പോട്ടെ, വകതിരിവ് അല്പസ്വല്പമെങ്കിലും ഇവിടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പാടാണ്. അപ്പം 6,48,000 ക്ഷേത്രമുള്ള സ്ഥാനത്ത് ഇന്ത്യയിൽ എത്ര ആശുപത്രികളുണ്ട്? 30,000 ആശുപത്രികളാണ് ആകെയുള്ളത്. പണ്ടൊരിക്കൽ ഞാൻ മദിരാശിയിൽ യാത്ര ചെയ്യുമ്പോൾ
ഞാൻ പോയ ബസ്സിൻ്റെ മുമ്പിൽ 3 കുട്ടികൾ ഒരു സൈക്കിളിൽ കയറി വന്നി വാഹനം കയറിയിറങ്ങി. ദാരുണമായ രീതിയിൽ റോഡിൽ രക്തം വാർന്ന് കിടക്കുകയാണ്. നല്ല ചൂട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലെ വെള്ളം കുടിച്ചാണ് ആ കുട്ടികൾ മരണപ്പെട്ടത്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ 5-8 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കണം. തമിഴ്നാട്ടിലാണ്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നും നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. സാധാരണ കിടന്നു മരിക്കും, ഇരുന്നു മരിക്കും. ഇന്ത്യക്കാർ നടന്നു മരിക്കുകയായിരുന്നു. അപ്പം 6,48,000 സ്ഥാനത്ത് കേവലം 30,000 ആശുപത്രി. അപ്പം നമ്മുടെ ജനത്തിൻ്റെ ആരോഗ്യം അത്രയും നല്ലതാണ്. നമ്മുടെ ജനത്തിൻ്റെ മാനസിക ആരോഗ്യം തീരെയില്ല. അതുകൊണ്ട് ശാരീരിക ആരോഗ്യത്തിൽ അവർക്ക് താല്പര്യമില്ല, അവർ ഗവനിക്കുന്നില്ല. അവർ ഗവനിക്കാത്തിടത്തോളം കാലം ആ അശ്രദ്ധയെ വേണ്ട പോലെ വിനിയോഗിക്കാൻ പറ്റുന്ന ആളുകൾ ചുറ്റുമുണ്ട്, അവർ വിനിയോഗിക്കും. അങ്ങനെ നിരന്തരമായി പള്ളിയുടെ അടിഭാഗങ്ങൾ തോണ്ടി തോണ്ടി അതിനടിയിൽ എന്തുണ്ട് എന്ന് പരിശോധിച്ച് സത്യം, നീതി, ധർമ്മം ഇവർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെയാണോ സത്യം, നീതി, ധർമ്മം എന്നൊക്കെ ചോദിച്ചാൽ മിക്കവാറും എല്ലാ ദൈവങ്ങളുടെയും ചിത്രം കാണുമ്പോൾ അറിയാം അവറ്റകളുടെ ആയുധ ശേഖരം. ബോംബ്, AK-47 ഇതൊന്നും വശമില്ല. പ്രാകൃത ആയുധങ്ങളെല്ലാം മഴു, കത്തി, ശൂലം ഇതൊക്കെ വേണ്ടുവോളം 2 കൈ പോരാഞ്ഞിട്ട് 4 കൈയും 8 കൈയും 10 കൈയും വെച്ച് 8ഉം 10ഉം തലയും വെച്ചുകൊണ്ട്. പിന്നെ നബിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ പൊടിപൂരം, വെട്ട്, കൊലപാതകം, അരിഞ്ഞു വീഴ്ത്തൽ, പിടിച്ചെടുക്കൽ, കൊല ഇതൊക്കെയാണ് മതത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. ആ ചരിത്രം തേഞ്ഞ് വരുമ്പോൾ അതിനെ മുറുകെ പിടിച്ച് മുറുക്കാനായിട്ട് കുറേ ആളുകൾ ഇവിടെ സജീവമായിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഹെൽത്ത് ഇൻഡെക്സിൽ, ദാരിദ്ര്യ ഇൻഡെക്സിൽ, ലിറ്ററസി ഇൻഡെക്സിലൊക്കെ നമ്മൾ താഴെ നിൽക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ സമ്മതിക്കുകയല്ല. നമ്മൾ പറയും നമ്മൾ ഉത്കൃഷ്ടരാണ്, നമ്മൾ ശ്രേഷ്ഠരാണ്. ശ്രേഷ്ഠമായ പാരമ്പര്യത്തിൻ്റെ ഊർജ്ജസ്വലത ഇപ്പോഴും ആവാഹിച്ച് നമ്മൾ ഊറ്റം കൊള്ളുന്നവരാണ്. പക്ഷേ ജാതി എന്ന പിശാച് പോലും നമ്മളിൽ നിന്ന് വേറിട്ടു പോകാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിൽ ഇനി എന്തിനൊരു പള്ളി, ഇനി എന്തിനൊരു ക്ഷേത്രം? എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക. എൻ്റെ ബുദ്ധിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. താങ്ക് യു.